ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസസ് പ്ലേ വേൾഡ്. എൻ്റെ വ്യൂവേഴ്സ് എന്നെ വഴക്ക് പറയരുത്. ഇന്ന് ഞാനൊരു ഫേക്ക് നെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മ ആദ്യം സമ്മതിച്ചില്ലായിരുന്നു കേട്ടോ, കാരണം എൻ്റെ ഗമ്മൊക്കെ ഇത്തിരി ഹാംഫുൾ ആണ്. പിന്നെ ഒറ്റ പ്രാവശ്യത്തേക്ക് സമ്മതിച്ചു. ഈ ഫേക്ക് നെയിൽസ് DBZ ഗോൾഡ് ഫിംഗറുടെ ആണ്. ഇതിൽ 100 നെയിൽസ് ഉണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് 3 ഗ്ലൂ ബോട്ടിൽസും കിട്ടും. പിന്നെ വുൾപിക്സിൻ്റെ 3D നെയിൽ ആർട്ട് ഗ്ലിറ്റർ സെറ്റാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന് അറൗണ്ട് 330 റുപ്പീസിന് കിട്ടി. ഫേക്ക് നെയിൽസ് ഞങ്ങൾക്ക് 128 റുപ്പീസിനും കിട്ടി. നെയിൽ ആർട്ട് ചെയ്യാനായിട്ട് കുറേ ബ്രഷസും ടൂൾസും ഉണ്ട്. ഗ്ലിറ്റേഴ്സിൻ്റെ 48 ബോട്ടിൽസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ റേറ്റിന് കിട്ടിയത്. പിന്നെ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള നെയിൽ പോളിഷും വേണം, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നെയിൽ എനാമലും വേണം. ഈ 48 ബോട്ടിൽസും ഡിഫറെൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. നെയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നെയിൽ ഫയൽ, അല്ലെങ്കിൽ നമുക്ക് നെയിൽ കട്ടർ ആയാലും മതി. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് ചെയ്ത് നോക്കേ വേണ്ട കേട്ടോ. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഗോൾഡൻ ബബിൾസ് ഉണ്ട്, ഷെൽസ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പിലുള്ള പാറ്റേൺസും ഉണ്ട്. ഇനി നമുക്ക് നെയിൽ റിമൂവറൊക്കെ വെച്ചിട്ട് നമ്മുടെ നെയിൽസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ആദ്യം നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നെയിൽ സെലക്ട് ചെയ്യണം. ഇതിന് ഗം നല്ല സ്ട്രോങ്ങും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നതുമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കേണ്ടെന്ന് പറയണേ. അപ്പോൾ പതുക്കെ നമ്മുടെ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് വെള്ളമൊന്നും നനയ്ക്കാണ്ടിരുന്നാൽ 2-3 ഡേയ്സ് ഒക്കെ നിൽക്കും. ഇനി ഇത് റിമൂവ് ചെയ്യണമെങ്കിലും ഈസിയാണ്. ചെറു ചൂടുവെള്ളത്തിൽ 2-3 മിനിറ്റ്സ് നമ്മുടെ കൈ ഒന്ന് മുക്കി വയ്ക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു കേട്ടോ. ഈ നെയിൽസ് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല അടിപൊളി ലുക്കായിരുന്നു. നമുക്ക് ഇത്ര ലെങ്തി ആയിട്ടുള്ള നെയിൽ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാം മുട്ടിച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ ഷൈനിങ് ഒന്ന് കാണാട്ടോ. ഇനി നെക്സ്റ്റ് അത് നമുക്ക് നെയിൽ കട്ടറും കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഈ ഫേക്ക് നെയിൽസ് ആർക്കെങ്കിലും വാങ്ങിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, ഇപ്പം ഷേപ്പ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. എനിക്കിഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആണ്, അപ്പം ഞാൻ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഭാവന അങ്ങനെ വിരിഞ്ഞു വന്നുണ്ട്. എന്താവോ കണ്ടോ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഡെക്കറേഷൻ. അപ്പം ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സൊക്കെ ഞാൻ അമ്മയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത് വെച്ചിട്ട് അമ്മ ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ പോവാണ്. ഇനി വേണ്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ ഇനാമലാണ്. അത് ഏത് ഷേപ്പിൽ വേണമെന്ന് ചോദിച്ചാൽ ആ ഷേപ്പിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ ഗ്ലിറ്റേഴ്സ് ഇടാനായിട്ട്. ഇനി ഈ ബ്രഷും കൊണ്ട് ബാക്കിയുള്ള ഗ്ലിറ്റേഴ്സൊക്കെ റിമൂവ് ചെയ്യാം. ഇതിൽ ഞങ്ങൾ അധികം ടൂൾസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതൊരു അടിപൊളി സംഭവം തന്നെയാട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഈ നെയിൽസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നെയിൽസാണ്. അങ്ങനെ നമ്മുടെ ഫേക്ക് നെയിൽസിൻ്റെ പണികളൊക്കെ തീരാറായി.
ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയണ പോലെ ആ നെയിലിൻ്റെ മുകളിലോട്ട് ആ ടോപ്പ് കോട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ടോപ്പ് കോട്ട് ട്രാൻസ്പാരൻറ്റ് നെയിൽ എനാമൽ ആയിരിക്കണം. അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ ഫേക്ക് നെയിൽസ് റെഡിയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും പിന്നെ ഒരു കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.